ഹലോ ഓൾ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സെഷനുമായിട്ട് വന്നിരിക്കുന്നത് CPO-യുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ചെയ്ത ആ ഒരു ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയ എങ്ങനെ പഠിക്കണം എന്നുള്ള വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഒരു ടൈം ടേബിൾ ഇത് പ്രകാരം സെറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ ആദ്യത്തെ ഒരു 5 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നേരെ ഇവിടെ പോകാം, വീഡിയോയിലേക്ക് പോകാം. ഇതാ നമുക്ക് നോക്കിയോ, ഡേ 1 ഒന്നാമത്തെ ദിവസം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യന്മാരുടെ ആഗമനം, പിന്നെ അവരുടെ പ്രധാന സംഭാവനകൾ. അതായത് മൊത്തം കഥയും നിങ്ങൾ പഠിക്കാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ഓരോ ആൾക്കാർ വരുമ്പോൾ ഇപ്പോൾ പോർച്ചുഗീസ് ആയിക്കോട്ടെ, ഡച്ചുകാരായിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ഫ്രഞ്ചുകാരായിക്കോട്ടെ, ഇവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇവിടെ വന്ന ആൾക്കാർ വാസ്കോഡ ഗാമ, പിന്നെ കബ്രാള്, ഇങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ ആ ടൈമിലെ വൈസ്രോയമാർ സാമൂതിരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. അത് പിന്നെ കുഞ്ഞാലി മരക്കാർ 4 പേരെയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഡച്ചുകാരൻ ആരാണ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഏത് വർഷമാണ് ഡച്ചുകാർ വന്നത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഹോർത്തൂസ് മലബാർ കേസ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഏകദേശം അവർ വന്ന സമയം, ഇവിടെ വന്ന സമയം, അല്ലെങ്കിൽ ഇവിടെ വന്ന് സാമൂതിരിയെ കണ്ട കാര്യം, അല്ലെങ്കിൽ ഇവിടെ ആദ്യമായിട്ടൊരു കോട്ട പണിതത്, പിന്നെ പണ്ടകശാല വന്ന വിഴിഞ്ഞത്ത് 1244, പിന്നെ അഞ്ചുതെങ്ങ് കലാപം, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട കലാപങ്ങളെല്ലാം അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ എന്താണ്, ഫ്രഞ്ചുകാർ ഒന്നും പഠിക്കാതെ വളരെ കുറച്ച് മാത്രമല്ല. അങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയ ഹെക്റ്റിക് അല്ലാത്ത രീതിയിൽ മുഴുവനും വായിച്ച് പഠിക്കാതെ പ്രധാനപ്പെട്ട സംഭാവനകളും പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്രം നിങ്ങൾ ഈ ഒരു പോർഷനിൽ പഠിച്ചാൽ മതി. പിന്നെ ഭൂമിയുടെ ഘടന, ഇത് നിങ്ങൾ PYക്ക് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. PYക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് മനസ്സിലാകും. ആ ഒരു ഭാഗം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി പഠിച്ചാൽ മതിയാകും ഈ ഭാഗത്ത്. പിന്നെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട SCERT ഫാക്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഫാക്റ്റ്, നീതി ആയോഗിൻ്റെ എന്തെങ്കിലും കറണ്ട് അഫെയർ ഉണ്ടെങ്കിൽ പ്ലസ് എന്ത് ചെയ്യുക, പ്ലസ് കറണ്ട് അഫെയറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് അന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്താണ് ഈ CPO 2019 നോട്ടിഫിക്കേഷൻ്റെ പരീക്ഷ അടക്കം 2022 മെയിൻ പരീക്ഷയുണ്ടാകും. ആ മെയിൻ പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ദിവസം ഡേ 1 നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ CPOയിൽ ചോദിച്ചാൽ 30 ചോദ്യങ്ങൾ, 10 ഇംഗ്ലീഷ്, 10 മലയാളം, 10 മാത്സ് ചെയ്ത് പഠിക്കുക. സംശയമുള്ളത് നിങ്ങൾ ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്യുക. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് BNSുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിർവചനങ്ങളുണ്ട്. കുട്ടി എന്താണ്, പൊതുസേവകൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ച് നല്ല വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ കറണ്ട് അഫെയർ, സ്പോർട്സ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡേ 1 നിങ്ങൾ തീർത്തിരിക്കണം. കൃത്യമായിട്ട് ഇത് തീർത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. നിങ്ങളുടെ ബ്രെയിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് ഇന്ന് ഇത്രയും പഠിക്കാനുണ്ട്, മറ്റ് പരിപാടികൾക്കൊന്നും ഞാൻ പോകുന്നില്ല, എനിക്കിത് പഠിച്ച് തീർത്തിട്ട് ഞാൻ ഇന്ന് കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ അല്ലെങ്കിൽ ഭീഷ്മ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നിങ്ങളൊന്ന് പഠിക്കാനിരുന്നു വയ്ക്കുകയാണ്. അടിപൊളിയായിട്ട് നടക്കും. അപ്പം നമുക്ക് അധികം വൈകാതെ ഡേ 2 എന്താണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് നോക്കിയോതാ. ഡേ 2 അതായത് നിങ്ങൾ ഇവിടെ കണ്ടറിയാം, ഇവിടെ നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ പഠിക്കുന്നുള്ളൂ. എല്ലാ ദിവസവും എല്ലാ വിഷയവും നമ്മളിവിടെ പഠിക്കുന്നില്ല, ഹെക്റ്റിക് ആക്കുന്നില്ല, മാറി മാറി പഠിക്കാം, പക്ഷെ കൃത്യസമയത്ത് പഠിക്കണം. ഇവിടെ വരുമ്പോൾ നമ്മൾ വേണ്ട കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നു, പിന്നെ കേരള ഗവേണൻസ് പഠിക്കുന്നു, പിന്നെ ആർട്സ്, സ്പോർട്സ്, ഇത്രയും സാധനമാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ബാക്കി നമ്മൾ വരും. ഇതാ ഇവിടെ നോക്കിയോ, ഭരണഘടനാ സ്ഥാപനം, നിങ്ങൾ 5 ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. കൃത്യമായിട്ട് 5 ഭരണഘടന, UPSC, PSC, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കുറേ CAG, AG, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ച്. ധനകാര്യ കമ്മീഷനുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ, നിങ്ങളുടെ ഇഷ്ടം 5 എണ്ണം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ചെയർമാൻ്റെ കാലാവധി പഠിക്കുക, പുനർനിയമനത്തിനെ പറ്റി പഠിക്കുക, എത്ര അംഗങ്ങളുണ്ടെന്ന് പഠിക്കുക, അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന പിന്നെ കമ്മിറ്റിയിലെ അംഗങ്ങളെ കൊണ്ട്, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 5 എണ്ണമെങ്കിൽ 5 ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. തണ്ണീർത്തട സംരക്ഷണം മുഴുവനായിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ ദിനം, പ്രമേയം ഉൾപ്പെടെ 2024 പ്രമേയം എന്തായിരുന്നു, 2025 പ്രമേയം എന്താണ്, 23 പ്രമേയം, ഈ 3 പ്രമേയങ്ങളും പഠിച്ച് തണ്ണീർത്തട സംരക്ഷണം എന്താണെന്ന് ടോട്ടലായിട്ടൊന്ന് പഠിക്കുക. കലാസാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് MT വാസുദേവൻ നായരെ പറ്റി നന്നായിട്ട് MT വാസുദേവൻ നായരെ പറ്റി അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ, തിരക്കഥ എഴുതിയത്, എല്ലാ കാര്യവും ഒന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ,
അതായത് MTക്ക് ലഭിച്ച പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ഏത് സിനിമയ്ക്കാണ്, നാഷണൽ അവാർഡ് കിട്ടിയത് തിരക്കഥ ഏതാണ്, അദ്ദേഹത്തിന്റെ കൃതികൾക്ക് കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ, അദ്ദേഹത്തിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. പിന്നെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ 2022 നടന്നിട്ടുണ്ട്. അതിന്റെ ചോദ്യപേപ്പറിലുള്ള 10 എടുത്തു വെച്ച് നന്നായിട്ട് പഠിച്ചോ. പിന്നെ BNSS, നമ്മുടെ CRPCക്ക് പകരം വന്ന നിയമമാണ് BNSS എന്ന് പറയുന്നത്. BNSSുമായിട്ട് ബന്ധപ്പെട്ട ആ ഡെഫിനിഷൻ പോർഷൻസ് എല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് കവർ ചെയ്യുക. പിന്നെ ഫിലിം അവാർഡ്സ്, സിനിമയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡ്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. ഇത്രയും കാര്യങ്ങളാണ് ഡേ 2-ൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ഒട്ടും ഹെക്റ്റിക് അല്ല. നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്കൊരു ടൈം പീരീഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. ടൈമും കൂടെ സെറ്റ് ചെയ്ത് തരാൻ പറയരുത്. അത് ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാലും നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാൻ പറ്റിയ അത്രയും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് പറയാനായിട്ടുള്ളത്. പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളൊരു ടൈം സെറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്തു തരാൻ പറ്റും. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി ഉരുള ഉരുട്ടി വായിൽ വെച്ച് തരാൻ പറ്റും, പക്ഷെ അത് ചവച്ച് തരാൻ ഒരിക്കലും നിങ്ങൾ പറയരുത്. നിങ്ങളത് പറയുകയില്ല. അപ്പോൾ എന്താ, ടൈം ടേബിൾ നിങ്ങൾ തന്നെ ടൈം സെറ്റ് ചെയ്യുക. കാരണം പലപ്പോഴും ഒരു ഇതിൽ നമുക്ക് പേഴ്സണലി വന്നൊരു മെസ്സേജാണ് ഇത്, പിന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ ടൈമും കൂടെ പറഞ്ഞു തരണം. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് അവർ മെസ്സേജ് ആയിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ എന്താണ്, നമുക്കൊരു പബ്ലിക്കായിട്ടൊരു വീഡിയോയിൽ ഇത് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കിനി നേരെ ഡേ 3-ലേക്ക് പോകാം. ഡേ 3-ൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ GK ഭാഗങ്ങൾ നിങ്ങളിവിടെ പഠിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ബയോളജിയിൽ നമുക്ക് വിറ്റമിൻസ്, ബയോളജി നമുക്ക് ADEK കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ADEK. ഈ ADEKയുമായിട്ട് ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രതിവിധി, എന്തിലൊക്കെയാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. പിന്നെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് നിങ്ങൾ പഠിക്കുക. ആറ്റവുമായിട്ട് ബന്ധപ്പെടുത്ത കാര്യങ്ങൾ PYQ ഉൾപ്പെടെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോവുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ ഫയർമാൻ്റെതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഫയർമാൻ്റെ 10. ഓക്കെ, അങ്ങനെ 30 മാർക്ക്. അപ്പോൾ നിങ്ങൾ ഇതോടുകൂടി 3 ദിവസം നിങ്ങൾ ഏകദേശം എത്ര ചോദ്യങ്ങളായി, നിങ്ങൾ 30, 60, 90 ചോദ്യങ്ങൾ ഈ മേഖലയിൽ ഓരോ വിഷയത്തിനും 30 ചോദ്യം വെച്ച് 3 ദിവസം 3 × 30 90 ചോദ്യങ്ങൾ നിങ്ങൾ പ്രോയെ പോലെ കവർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രം. പിന്നെ BSAയുമായിട്ട് ബന്ധപ്പെട്ട് എവിഡൻസ് ആക്ടിനെ റീപ്ലേസ് ചെയ്യുന്നതാണ് BSAയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് പഠിക്കുക. RTI നമുക്കാകെ 4 സെക്ഷൻസേ പഠിക്കാനുള്ളൂ. മുഴുവനായിട്ടങ്ങ് പഠിച്ചോ. എന്തൊക്കെയാണ് 2F, 8, 9, പിന്നെ 11, ഇത്ര സാധനങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. മുഴുവനായിട്ട് പഠിക്കുക. അതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ് പഠിക്കുക, പുതിയ ചെയർമാനെ പഠിക്കുക, മുഴുവൻ കാര്യങ്ങളും പഠിക്കുക. നിങ്ങൾക്ക് എന്താണ് ചുളുവിന് കിട്ടുന്ന മാർക്കാണ് വിവരാവകാശത്തുള്ളത്, അതും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അതുപോലെ ഈ 48 മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കുന്ന വിവരങ്ങൾ, വ്യക്തിയുമായിട്ട് സംബന്ധിച്ച വിവരങ്ങൾ എത്ര, അല്ലെങ്കിൽ ആരാണ് കാര്യങ്ങൾ തീരുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഇവിടെ ദിനങ്ങൾ, പ്രമേയങ്ങൾ 2024 നിങ്ങൾ പഠിച്ചാൽ മതി. 2024 ദിനങ്ങൾ, പ്രമേയങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു തീർക്കുക. അപ്പോൾ ഇത്രയാകുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഒരു തവണ സിലബസിന്റെ GK പോർഷൻസ് എല്ലാം തൊട്ട് വരുന്നൊരു കാഴ്ച നിങ്ങൾക്ക്, ആ ഒരു പ്രകടമായ മാറ്റം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇൻക്ലൂഡിങ് നിങ്ങൾ PYQവിൻ്റെ ഹെൽപ്പോട് കൂടി, നിങ്ങൾ മറ്റൊരു സാധനമല്ല, PYQവിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതും വളരെ ചിന്തിച്ച് നോക്കേണ്ട ഒരു വസ്തുതയാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം വൈകാതെ എന്ത് ചെയ്യാം, ഡേ 4-ലേക്ക് പോകാം. ഡേ 4-ലേക്ക് വരുമ്പോൾ വീണ്ടും സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് വരുമ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് 4 രാജാക്കന്മാരെ പഠിക്കുക. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, കാർത്തിക തിരുനാൾ രാമവർമ്മ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഗൗരി ലക്ഷ്മി ഭായ്. ഇത്രയും ആൾക്കാരെ നിങ്ങൾ ഈ 4 പേരുടെ ഭരണ നേട്ടങ്ങൾ, അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ, അവരുടെ കാലത്തുണ്ടായ പ്രധാനപ്പെട്ട ഇൻസിഡൻസ്, അവരുടെ കാലാവധി എന്താണ്, അവർ കൊണ്ടുവന്ന നികുതി പരിഷ്കാരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ചുമ്മാ കഥയൊന്നും വരി പഠിക്കേണ്ട. പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ അന്തരീക്ഷ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPO പരീക്ഷയിലെ ട്രെൻഡിങ് ചോദ്യമാണ്. കഴിഞ്ഞ CPOയ്ക്ക് പോലും ചോദിച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ക്യാൻസലായി പോകുന്ന വിചാരിച്ച ക്വസ്റ്റ്യൻ ക്യാൻസൽ പോലും ആവാതെ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അന്തരീക്ഷ ഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുക.
പോവുക. പിന്നെ എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് പ്ലാനിംഗ് കമ്മീഷനുമായിട്ട്, പഴയ സാധനമാണെങ്കിൽ പോലും പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ എന്ത് ചെയ്യുക, അത് കളയരുത്, പഠിച്ചിട്ട് പോവുക. മുഴുവൻ വസ്തുക്കളും SCERT ഫാക്ട് ആയാലും ശരി, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന ഫാക്ട് ആയാലും പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. ഒരുപാട് സോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്യുക, അത് 1-2 സോഴ്സിൽ മാത്രം നിന്നുകൊണ്ട് ആ മാക്സിമം പോയിന്റ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നിങ്ങൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2023 മെയ് മാസം 9-ാം തീയതി നടന്നൊരു പരീക്ഷയുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് 10 ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം 120 ചോദ്യമായി, 30-4 വെച്ച് 120 ചോദ്യങ്ങളായി നിങ്ങൾക്ക് ആയിട്ടുണ്ട്. കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട് 3, 4, 7, 8, 14, 21 ഇത്രയും സെക്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. NDPSുമായിട്ട് ബന്ധപ്പെട്ട് NDPS ഫുള്ള് തീർക്കുകയാണ് ഇവിടെ. NDPS എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് പഠിച്ചു തീർക്കാൻ കുറച്ചേ ഉള്ളൂ, പെട്ടെന്ന് മാർക്കും കിട്ടും, ഇത് പഠിക്കുക. പിന്നെ 2024 നൊബേൽ സമ്മാനം കറണ്ട് അഫെയറിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നത് ഈ ദിവസം നല്ലതായിരിക്കും എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. മാക്സിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യാതെ കിടന്നുറങ്ങരുത്. നിങ്ങളെ ഉറക്കുന്നതല്ല, ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് നിങ്ങളുടെ സ്വപ്നമെന്ന തിരിച്ചറിവോടുകൂടി തന്നെ എന്ത് ചെയ്യുക, പഠനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുക. നമുക്ക് അവസാന ദിവസം, ഒരാഴ്ചയിലെ അവസാന ദിവസം 5-ാം ദിവസം 2 ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടി മാറ്റിവെക്കണം. അതാണ് 6ഉം 7ഉം ദിവസത്തിന്റെ കാര്യം ഇവിടെ എടുത്തു പറയാത്തത്. ഒരു വീക്ക് ടൈം ടേബിൾ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് 1, 2, 3, 4, 5 ദിവസങ്ങളിലെ ടൈം ടേബിളും 6, 7 ദിവസത്തെ റിവിഷനുമാണ് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡേ 5മായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുക, ഫുള്ളും പഠിച്ചു തീർക്കുക. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും പഠിച്ചു തീർക്കുക. ഒരു 25 ക്ഷേമ പദ്ധതികൾ കേരള ഗവേണൻസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. ഒരു 25 ക്ഷേമ പദ്ധതികളെങ്കിലും പഠിച്ചിട്ടേ കിടക്കാവൂ. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകൾ പഠിക്കുക. 2024 ഒളിമ്പിക്സ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ഉണ്ടാകും, സ്കിപ്പ് ചെയ്യരുത്. അത് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. റീസെന്റ് ഒളിമ്പിക്സ് പഠിച്ചിട്ട് പോകണം. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ത് ചെയ്യുക, CPO 2023 ജൂലൈ മാസത്ത് കടന്ന 3 പരീക്ഷകളുണ്ട്. അതിൽ 1-ാം സ്റ്റേജിലെ പരീക്ഷ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ IT ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ 43, 65, 66, പിന്നെ BC, D വരെയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ അത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഹെക്ടിക് ആവണ്ട. പിന്നെ പോക്സോ ഇന്ന് അത്യാവശ്യം, ഈ ദിവസം അത്യാവശ്യം പഠിക്കാനുണ്ട്. പോക്സോ ഇത്രയും സെക്ഷൻസ് എങ്കിലും പഠിച്ച് കൃത്യമായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ എന്താണ്, റംസാർ സൈറ്റ്സ്, പുതിയ എൻട്രി ഏതെങ്കിൽ റംസാർ സൈറ്റ്സ് ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഡേ 6, 7 എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ ആയിക്കോട്ടെ, ഇത്രയുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഈ 5 ദിവസം കഴിഞ്ഞ് നമുക്ക് അടുത്ത സംഭവം സെറ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ 5 ദിവസം കൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. എടാ പിള്ളേരെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മളിപ്പം ഇതിൽ സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞതിന് പ്രകാരം സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടൊരു സ്റ്റഡി പ്ലാൻ ആണ്, അല്ലെങ്കിൽ ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ സ്പെഷ്യൽ ടോപ്പിക് എവിടെ നിന്ന് പഠിക്കും നിങ്ങൾക്കൊരു ആശങ്ക വേണ്ട. കൃത്യമായ രീതിയിൽ നിങ്ങളെ BNS, പിന്നെ BNSS, BSA, കേരള പോലീസ് ആക്ട്, NDPS, RTI, IT ആക്ട്, പോക്സോ തുടങ്ങിയ നിയമങ്ങളെല്ലാം സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ കോഡ് യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള CPO, WCPO സ്പെഷ്യൽ ടോപ്പിക്കുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു ബാച്ച്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുക, മെസ്സേജ് അയക്കുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പുതുതായി വന്ന നിയമങ്ങൾ എന്താണ് ഒരു പിടിയുമില്ല, പഠിക്കാൻ എന്നാൽ പഠിച്ചേ പറ്റൂ. CPO ജോലി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വലിയ പൈസയൊന്നും ഇതിനകത്ത് മുടക്കേണ്ടി വരില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിലേക്ക് കടന്നു വരാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ സോഴ്സുകളും എന്ത് സാധ്യമായ സോഴ്സുകൾ പ്രകാരവും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നമ്മൾ നിങ്ങൾക്ക് തരും. നിങ്ങൾ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പഠിക്കുക. ജനറൽ ടോപ്പിക്സിന് നമുക്ക് കോഡ് യൂണിഫോം ബാച്ച് ഉണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ CPO, WCPO, IRB ഉൾപ്പെടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വരാം, ഇവിടത്തെ കോച്ചിങ് എടുക്കാം, ബാക്കിയുള്ള നിങ്ങൾക്ക് തന്നെ പഠിക്കാം. കാരണം സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിലബസ് നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്തു. എവിടെ പഠിക്കണം, എവിടെ തുടങ്ങണം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തു. 2 പാർട്ടായിട്ട് 50 ടോപ്പിക്കുകൾ വീതിച്ചു തന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എഫേർട്ടുകൾ എടുക്കാൻ തയ്യാറായ ഒരു ടീം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് നിങ്ങളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ താൽക്കാലികമായി ഇവിടെ നിർത്തുമ്പോൾ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ
പല ആൾക്കാരും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാകും, പല ആൾക്കാരും നിങ്ങളെ വഴിതെറ്റിക്കാനുമായിട്ടുണ്ടാകും. പക്ഷെ അതിലൊന്നും നിങ്ങൾ വീണു പോകരുത്. കൃത്യമായിട്ടുള്ള വസ്തുതകൾ അറിഞ്ഞു തന്നെ പഠിക്കുക. കിട്ടൂലെങ്കിൽ കിട്ടൂലെന്ന് പറയാൻ ധൈര്യമുള്ള ആൾക്കാർ വന്ന് പറയുന്നിടത്ത് ധൈര്യമായിട്ട് പൈസ മുടക്കി പഠിക്കാനുള്ള ഒരു സംഭവം നിങ്ങൾ കാണിക്കുക. കാരണം നിങ്ങളോട് ഒരിക്കലും 40 മാർക്കോ 42 മാർക്കോ ഇനിയുള്ള പരീക്ഷകൾക്ക് വാങ്ങിച്ചിട്ട് ഗ്രൗണ്ടിൽ പോയി ഓടി കാലിൽ ഇഞ്ചുറി വരുത്താൻ ഞാൻ പറയില്ല. കാരണം എന്താണ്, വസ്തുതാപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയാൻ, കട്ട് ഓഫ് കൂടാനാണ് ഇനി സാധ്യത. ഡീമോട്ടിവേറ്റ് ചെയ്യുന്നല്ല, വസ്തുത പറയുന്നതാണ്. സത്യം പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കഴിച്ചു എന്ന് വരും, പക്ഷെ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മധുരത്തിന്റെ പുറകെ മധുരം മത്ത് പിടിക്കാതിരിക്കട്ടെ. നല്ലൊരു പഠനകാലം നിങ്ങൾ ആശംസിക്കുന്നു. വസ്തുതകൾ മനസ്സിലാക്കി പഠിക്കുക. നല്ലപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥയാവണം എന്നുള്ള ലക്ഷ്യത്തോടെ പഠിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു പരീക്ഷ എഴുതാനായിട്ട് സാധിക്കട്ടെ. നല്ലൊരു സ്ഥലത്ത് ഫിസിക്കൽ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഫിസിക്കൽ കിട്ടി റാങ്ക് ലിസ്റ്റിൽ വന്ന് നിങ്ങളും കാക്കിക്കുപ്പായം അണിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പഠനകാലം നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു താൽക്കാലിക വിരാമം എടുക്കും. നമുക്ക് അടുത്ത സെഷനുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ ശരി, ഓക്കെ, ടേക്ക് കെയർ ഓൾ.